എന്താ ഇപ്പോൾ ഇങ്ങനൊരു അഭിനയമോഹം തോന്നാൻ കാരണം? ഇപ്പം തോന്നിയ മോഹമല്ല സർ, കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹം. ലാലേട്ടനെ കുപ്പിയിലാക്കി സിനിമയിൽ ഒരു വേഷമൊപ്പിക്കാനുള്ള തന്ത്രമാണോ നടൻ മോഹൻലാലിന് പിറന്നാൾ സമ്മാനം എന്ന രീതിയിൽ പ്രശസ്തമായ കിരീടം പാലം വിനോദസഞ്ചാര കേന്ദ്രമാക്കാനുള്ള പദ്ധതി? പക്ഷെ നല്ല നടനാവണമെങ്കിൽ ജീവിതാനുഭവങ്ങൾ വേണം, നല്ല നിരീക്ഷണ ബോധം വേണം. A for acting, C for concentration, T for timing, അതൊക്കെ ഞാൻ വായിച്ച് മനസ്സിലാക്കി. ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. നിങ്ങൾ നടനാവണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും. കണ്ണീർ പാലത്തിലെങ്ങോ തലോടി ശിവൻകുട്ടി മന്ത്രിയുടെ തള്ളിൽ മയങ്ങി ജന്മദിനത്തിൻ്റെ സമ്മാനവും നൽകി ടൂറിസ്റ്റ് മന്ത്രിയും മുങ്ങി. ഇപ്പോൾ പാലവും ഈ ഞാനും 3G. ഇറങ്ങി മാമ, ഇറങ്ങി അങ്ങോട്ട്. മാമ ആരെങ്കിലും കാണുന്നപ്പോ പെട്ടെന്ന് ഇറങ്ങി പോവാ അങ്ങോട്ട്. കാണാൻ വേണ്ടി ഞാൻ മുണ്ടോടുത്തേക്കല്ലാടാ. എന്റെ മാമ ഈ പാലത്തിൽ കയറാൻ പറ്റൂല. കാര്യം എന്താ? ഇത് വേറെ ആളുടെ പേരിരിക്കണ പാലമാണ്. ഇന്നലെ വരെ ഈ പാലത്തിൽ കൂടെ കാര്യല്ലേ ഞാൻ വീട്ടിൽ പോയിക്കൊണ്ടിരുന്നത്. അത് ഇന്നലെ വരെ, ഇന്ന് വേറെ ആളുടെ പേരിരിക്കണ പാലം. അപ്പൊ പിന്നെ നിന്നെ ഇവിടെ പിടിച്ച് നിർത്തിയേക്കണ ആര്? എനിക്ക് ഇവിടെ നിൽക്കാം. ഈ പാലം നോക്കാൻ എന്നെയാണ് ഏൽപ്പിച്ചേക്കണത്. ആര് നിന്നെ ഏൽപ്പിച്ചേക്കുന്നേ? റിയാസ് മന്ത്രി. ആര്? മാമ നമ്മളെ മന്ത്രി റിയാസ്. അയ്യോ ആകടാ കൊടുത്തത്? ഇത് നമ്മളെ ലാലേട്ടന് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. എന്തായിട്ട്? മോഹൻലാലിന് പിറന്നാൾ സമ്മാനമായിട്ട് കൊടുത്തു. പിറന്നാൾ സമ്മാനമായിട്ട് എന്തെല്ലാം കൊടുക്കാം, ഈ പാലോടാ കൊടുക്കണത്. ഓ എന്റെ പൊന്നു മാമ, ഈ പാലത്തിന്റെ പേരെന്തര്? ഈ പാലം തരും കിരീടം പാലം, എല്ലാവർക്കും അറിയാല്ലേ. ഈ കിരീട സിനിമയിൽ അഭിനയിച്ചിരിക്കണ ആര്? രാധമാധവൻ, നമ്മളെ മോഹൻലാലേ. അപ്പൊ ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ടത് മോഹൻലാലിനല്ലേ ഈ പാലം? അയ്യോ നീ പറഞ്ഞതും ശരി തന്നെ. പിന്നല്ലാതെ എന്തായാലും പാലം കൊടുത്ത് ഈ കിടക്കുന്ന വെള്ളവും ലോ ഇരിക്കുന്ന ആ പാലവും കൂടെ കൊടുക്കാത്തതാ. അത് കൊടുത്തിട്ടില്ലെന്നാണ് തോന്നണം. ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളതാണ് തോന്നണം കേട്ടാ. എടാ എന്തിനു കൊടുക്കാനും, ഇത് സർക്കാരിന്റെ വകയല്ലേടാ. എന്റെ മാമ പോയിന്ന്. ഈ സർക്കാർ എന്ന് പറഞ്ഞ ആര്? മാമ നമ്മളെ മുഖ്യന് റിയാസ് മന്ത്രി എല്ലാം കൂടി ചേർന്നില്ലേ ഈ സർക്കാർ? അമ്മാച്ചനും മരുമോനും കൂടെ ചേർന്ന് കേരളത്തിന്റെ മൊത്തം കുടുംബ സ്വത്തായിട്ട് അങ്ങ് എഴുതിയെടുക്കുവാണേ. മാമ എന്താടാ? അപ്പൊ ലാലേട്ട് ഇവിടെ വീട് വെക്കുവാ ഈ പാലത്തില്? നോട്ട് എന്ത്? ലാലിന് എവിടെയൊക്കെ വീടുണ്ടെന്ന് ലാലിന് എന്നെ അറിഞ്ഞൂടാ. അത് ശരി തന്നെ മാമ. അത് മാത്രമല്ലടാ, ഇത് ടൂറിസ്റ്റ് മേഖലയായിട്ട് പ്രഖ്യാപിച്ചേക്കല്ലേ. ഓ അപ്പൊ ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് വികസിക്കുമല്ലേ മാമ? എവിടെയൊക്കെ വികസനം ഉണ്ടാക്കാൻ ഒക്കുവോ അപ്പോഴെല്ലാം നിന്റെ സർക്കാർ വികസിപ്പിച്ചോണ്ടേയിരിക്കും. അത് സർക്കാർ, നമ്മളെ സർക്കാർ അങ്ങനത്തെ ഒരിതല്ല. പ്രത്യേകിച്ച് ഇപ്പം ബാറുകൾ വികസിപ്പിക്കാൻ വേണ്ടി വേറെ 2.5 ലക്ഷം രൂപ ചോദിച്ചതായിട്ടുള്ള ആഡിയോ ക്ലിപ്പ് ഇറങ്ങിയേക്കുന്നേ. എന്റെ മാമ അതെന്തിനു വാങ്ങിച്ചെന്നറിയാമോ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖജനാവ് നിറയ്ക്കാൻ. ഓ നമ്മളെ ഖജനാവ് നിറയ്ക്കാല്ലേ വാങ്ങിച്ചിട്ടേക്കുന്നത്? ഖജനാവ് നിറയ്ക്കുന്നത് എന്തായിരുന്നു? നമ്മളെ ജനങ്ങൾക്ക് വേണ്ടി. ഏയ്ക്ക് പോടാ. പിന്നെ എടാ കുടുംബക്കാർക്ക് എവിടെയെങ്കിലും ടൂറ് പോകണമെങ്കിൽ അപ്പ പലിശയ്ക്ക് എടുക്കാൻ വേണ്ടി കിടന്ന് ഓടണോ? അവിടെ നിന്ന് കൈയിട്ട് വാരി എടുത്താ പോരെ. പോയി മാമ. ഇപ്പൊ മുഖ്യം പോയപ്പോ കയ്യിൽ നിന്ന് പൈസ മുടക്കിയല്ലേ പോയത്? അത് ഇപ്പോഴുള്ള അറിവല്ലേ. 5-6 മാസം കഴിയുമ്പോ അറിയാം യഥാർത്ഥ സത്യം. എടാ ദിവാരോ എടേ ദിവാരം കാട്ടില്ല കേട്ടാ. അങ്ങേര് കേട്ടിട്ടും കണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല അമ്മ. അതെന്താടാ? അങ്ങേര് ഇപ്പൊ പണിക്കൊന്നും പോണില്ല. എടാ ഒരു ഫോട്ടോ എടുത്തു പോയടാ. ആര്? ദിവാരണ്ടേ? ദിവാറിന്റെ അല്ല, പിന്നെ ആ വയലിന്റെ ഒരു ഫോട്ടോ എടുത്തു പോയി. വയലിന്റെ ഫോട്ടോ തരുന്നു ഇപ്പൊ എടുത്തു വയ്ക്കാ. 5-6 വർഷം കഴിഞ്ഞു നോക്കുമ്പോ ഇവിടെ ഒരു വയൽ ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ വയലിനെ കാണൂല അമ്മ? എടാ ഇവിടെ ഇപ്പൊ 3 സ്റ്റാർ ഹോട്ടലും 5 സ്റ്റാർ ഹോട്ടലും ബാറും ഒക്കെ വന്നങ്ങ് നിറയില്ലേ മാമ? അത് നല്ലതല്ലേ അമ്മ നമ്മുടെ സർക്കാരിന്? സർക്കാരിന് പണം ഉണ്ടാക്കാൻ വേണ്ടി അവര് പലതും ചെയ്യും. കല്യാണമൊക്കെ കഴിഞ്ഞ് പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന പുതുമോടി പിള്ളേര് ഈ പാലത്തിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ അവർക്ക് എന്തൊരു സന്തോഷം. ഇനി ഈ പാലത്തിൽ ഫോട്ടോ എടുക്കണമെങ്കിൽ 500 രൂപ കൊടുക്കേണ്ടി വരും. എന്തരനെ ഈ പാലത്തിൽ നോക്കണമെങ്കിൽ തന്നെ 100-250 രൂപ ചാർജ് ചെയ്യാതിരുന്നാൽ നമ്മളെ ഭാഗ്യം.
ഈ പ്രകൃതി ഭംഗി ഇതേപോലെ നിർത്തി ടൂറിസം വികസിപ്പിച്ച എല്ലാവർക്കും കൊള്ളാം. അമ്മ എന്താ ഇനി പാലങ്ങൾ വേറെ പാലങ്ങളൊക്കെ ഇനി ആർക്കെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കോ? എന്തേ ഇനി ഇതുപോലത്തെ പാലങ്ങൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുമോ? പാലം മാത്രമല്ലടാ, പിന്നെ ചെഗുവേര ജീവിച്ചിരുന്നെങ്കിൽ അങ്ങാരെ ബർത്ത്ഡേക്ക് യവന്മാര് കേരളം വരെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തന്നെ. തന്നെ വാ